ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ ഗസ്റ്റിമിലൂടെയുള്ളൊരു യാത്രയാണ്. ഇതിന് മുന്നേ റൗണ്ട് ബോട്ട് പറ്റി പറഞ്ഞിരുന്നേ, അതുപോലെ റൗണ്ട് ബോട്ടാണത്. ഇത് മുന്നത്തെ വീഡിയോയിലുണ്ട്, സംശയമുണ്ട്. എന്നിരുന്നാലും നമ്മളിങ്ങനെ സാധനം മേടിക്കാൻ, അവർക്ക് ഫുഡ് മേടിക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിലെടുത്ത ഓരോ വീഡിയോസ് കേട്ടോ. എന്താ പറയുക, റോഡൊക്കെ അടിപൊളി കേട്ടോ, ഒന്നും പറയില്ല. രണ്ട് സൈഡും എന്താ പറയുക, നല്ല വൃത്തിയുണ്ട് റോഡ് കാണാൻ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓരോ സംഭവം റൗണ്ട് ബോട്ട് ഉണ്ടെങ്കിൽ അതുപോലെ എന്ത് കാര്യമാണെങ്കിൽ നല്ല അടിപൊളി, നല്ല വൃത്തിയുണ്ട്. കാരണം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ വളരെ കമ്മി കേട്ടോ. കുറേ നമ്മളെ ഗസിയമിൽ സിഗ്നലും കാര്യങ്ങളില്ല. അതിന് പകരമാണ് ചെറിയ ചെറിയ റൗണ്ട് ബോട്ടുകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. കാരണം റോഡൊന്നും വലിയ തിരക്കില്ല, അതാണ് മെയിനായിട്ട്. നമ്മൾ ജിദ്ദയിൽ ഏത് ടൈം നോക്കിയാലും ഭയങ്കര റഷ്ഷാണ് റോഡ്. പക്ഷേ ഇവിടെ ഏത് ടൈമിലായാലും ശരി റോഡ് വളരെ കാലി റോഡേക്കാരം, സുഖമാണ് പോകാൻ. പക്ഷെ നമുക്ക് വല്ലാതെ സ്പീഡ് പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മദീന ബുറൈദ ഹൈവേ അല്ലാത്ത ഏത് റോഡ് ഉള്ളിൽ കൂടി കയറണമെങ്കിലും എപ്പോഴും മുന്നിൽ ഒരു അമ്പ് പ്രതീക്ഷിക്കാം. ഒരു 500 മീറ്റർ 800 മീറ്റർ പോയി കഴിഞ്ഞാൽ മുന്നിൽ ചെറിയ ചെറിയ അമ്പുകൾ അങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു തെങ്ങമ്പൂക്കല എന്നൊക്കെ പറഞ്ഞത്, അതുപോലെ സംഭവം റൗണ്ട് ബോട്ട് അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മൾ പച്ച മലയാളത്തിൽ നമ്മളെ മലപ്പുറക്കാർ പറയും പാന്തെന്നൊക്കെ, ബോലൻ്റെ പാന്തെന്നൊക്കെ പറയില്ലേ. ഇത് ഈത്തപ്പഴത്തിൻ്റെ പട്ടയുടെ പാന്തം കൊണ്ട് ഉണ്ടാക്കിയത് സംശയമുണ്ട്, നല്ല രസമുണ്ട്. എന്താ പറയുക, ഇതാണ് മുന്നത്തെ വീഡിയോയിൽ കിണറുണ്ടായിരുന്നു, സൂം ചെയ്തിട്ടില്ല അറിയില്ലേ, അതാണ് കിണർ. അതിന് ചുറ്റും 4 മരങ്ങൾ, ആ മരങ്ങളെ അടുത്ത് തന്നെ ഒരു 3-4 പൈനാപ്പിളിൻ്റെ ചെറിയ തൈകൾ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ അതൊക്കെ അടുത്ത് അങ്ങനെ നമ്മൾ റൂമിലൊക്കെ പോയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ റൂമിലേക്ക് പോകുമ്പോഴുള്ളൊരോ കാഴ്ചകളാട്ടോ. അപ്പോൾ അത് നമ്മളങ്ങനെ താമസിക്കുന്ന സ്ഥലത്തെത്തി. ഈ ഫന്തൂക്കിൻ്റെ പേരാട്ടോ മഫാസുൽ ഗസിയം, ഒന്നും പറയല്ല, അടിപൊളിയാണ്. അങ്ങനെ ഇതാ നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് ഇങ്ങനെ വന്നപ്പോൾ വെറുതെ സ്വിമ്മിംഗ് പൂളിലും കയറി നോക്കിയത്. അപ്പോൾ അവിടെ ആരുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും പോകുമ്പോൾ നിറച്ച ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും അധികം. അപ്പോൾ നമ്മളങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ ആരും ഇല്ലയെന്ന് കണ്ടേക്കിന് എനിക്കും തന്നെ അതിൽ നിന്ന് കുളിക്കാമെന്ന് കമ്പം തോന്നി. അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്ത് ചാടി കുറച്ച് നേരം അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ അങ്ങനെ നീന്തി കുളിച്ച് അടിപൊളി, ഒന്നും പറയല്ല. സംഭവം അടിപൊളി കേട്ടോ, ഒന്നും പറയില്ല എന്നൊന്നും പറയില്ല. സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ വർക്കൗട്ടും കാര്യങ്ങളും ജിമ്മിൻ്റെ സംഭവം ഉണ്ട്. അതൊക്കെയാണ് ജിമ്മും കാര്യങ്ങളും. ജിമ്മിലൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട് വെറുതെ വിട്ടു തന്നത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ